എന്റെ വാഴ മുഴുവനെ തിന്നല്ലോ. കൊച്ചുങ്ങളെ വളർത്തുന്നത് പോലെ പേടി പേടി വളർത്തി ഇത്രത്തോളം ആക്കിയതാണ്. അയ്യോ, കഴുത്ത് തിരുമിയിട്ടിരിക്കുന്നത് പോലെ അല്ലയോ എന്നെ വാഴ കിടക്കുന്നത്. ദ്രോഹികള്, കാലമാടന്മാര്. എന്റെ പശുവിന്റെ കയർ നീ അറച്ചു വിടും. കെട്ട് പുറത്ത് വേറെ വിളിച്ച കൊടുത്തിരിക്കണം. എന്തിനാണ് നോക്കിക്കുന്നത്? അകത്തോട്ട് കയറി പിടിച്ചു കെട്ടിക്കണം. അവളെ പിടിച്ചു കെട്ടി ആൾക്കുളത്തിരിക്കുന്ന കൈ അടിച്ച് ഒട്ടിച്ചിട്ട് അഴിച്ചു കാണട്ടെ. അമ്മയുടെ മോനെ പാല് കുടിച്ചവന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കാണട്ടെ. ശേഷമുള്ള ക്ഷണിക്കാന് എന്നാ പിടിച്ചില്ലേ? വാ പിടിച്ചു. താൻ തന്റെ പാട്ടിന് പോടും. തന്റെ ആരെങ്കിലും വിളിച്ചോ? പോയില്ലെങ്കിൽ നീ പോടേ സ്വീകരിച്ചെടുക്കാൻ. എടോ മൂപ്പിന്നേ കൈമണി, ഈ പെണ്ണും പിള്ളേർത്ത് കളിക്കുന്നവർക്ക് എന്നെടുത്ത് കളിക്കരുത്. അടിച്ചണ്ടിന്റെ പല്ലി ഞാൻ താഴെ ഇടും. ഏതാ പിടിച്ചു കിട്ടടാ ഇവനെ. ആ എന്നാ വാ പിടിച്ചോ. അല്ലേ അകത്തെ ഞാൻ കിട്ടിയത് ശരിയാവൂല. വാസ് കെട്ടട്ടെ. വാസു ഇയാളെ ചെടേർന്ന് പിടിച്ചു കെട്ടിയത്. എനിക്ക് നിൽക്കാൻ സമയമില്ല. എനിക്കൊരു സ്ഥലം എന്തെന്നാ നോക്കിക്കൊണ്ടിരിക്കുന്നേ? എടാ പട്ടികളെ പോയിടാ പോയില്ല. ഞാനൊക്കെ തന്ന ചോറ് വേറെ വല്ലത് പോകാനാണ് പറഞ്ഞത്. എന്തോന്നാണോ നോക്കുന്നത്? ചായ വേണമെങ്കിൽ. ഈ വെട്ടുകത്തി കണ്ടാൽ പേടിച്ചെങ്ങനെ ചായ ചോദിക്കും? ഇത്രയും തന്റെ ഇടം കാണുമെന്ന് ഞാൻ ഓർത്തില്ല. അയ്യോ, നിലയില്ലാതായപ്പോൾ അന്തം വിട്ട് അറുപ്പുകത്തി എടുത്തു പോയതാണ്. എനിക്കാരുമില്ല. എന്നെ ഒരു വിധത്തിലും കിടന്നു പിഴയ്ക്കാൻ ഇവർ സമ്മതിക്കുന്നില്ല. ചായ തിളപ്പിക്കട്ടെ? ഇച്ചിരി ഉമിക്കരി കേട്ടിട്ട് തരാത്ത ആളുടെ ചായ എനിക്ക് വേണ്ട. അയ്യോ, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയതാണ്. ക്ഷമിക്കണം. എന്നാ ചായയും പിന്നീട് മതി. ഇപ്പൊ എനിക്ക് ചായ വേണ്ടാഞ്ഞിട്ട് തന്നെയാ. ഇനി ഒരിക്കലാവട്ടെ. അറിയാനേ? അതെന്താ മുതലാളി അങ്ങനെ ചോദിച്ചത്? ഇല്ല, കണ്ടിട്ടും കേട്ടിട്ടൊക്കെ കുറെ നാളായി. എന്നെ വിചാരിച്ച് മറക്കണ? ആ, നമ്മുടെ ആട്ടുംകുട്ടി എങ്ങനെ ഇരിക്കുന്നു? ചത്താ ഉണ്ടാ? ഉണ്ട് ഉണ്ട്. പറഞ്ഞതുപോലെ അതിന്റെ വില തന്നില്ലല്ലോ. ഇത് ഇപ്പൊ വെച്ചേക്കണം. ബാക്കി ഞാൻ പിന്നെ തന്നേക്കാം. വിലക്കല്ലല്ല നമ്മൾ തന്നത്. അയ്യോ വേണ്ട മുതലാളി, അതിന്റെ വില വാങ്ങിച്ചേക്കണം. വാങ്ങിച്ചോളാം, ഇരിക്കട്ടെ. ചെല്ലമ്മേ, ചെല്ലമ്മേ, ഒരു സഹായം ചെയ്യാവോ? എന്തിനാണെന്ന് പറയിൻ. ഈ മീനൊന്ന് കറി വെച്ച് കൊടുത്തയക്കാവോ? ഞാൻ കറി വെച്ചാൽ നന്നാവില്ല. പിന്നെ വഴക്കിന് വരരുത്. അത്രയ്ക്കൊക്കെ നന്നായാൽ മതി. പക്ഷേ വടക്കം പുള്ളിയിട്ട് വെക്കണം, മനസ്സിലായോ? ഉത്സവസ്ഥലത്ത് നിന്ന് പോരുന്നത് ഞാൻ കണ്ടു. ഈശ്വര, ഈ നേരത്ത്? ഏത് നേരത്തും നീയാണ് എന്റെ മനസ്സിൽ. ചെല്ലമ്മേ,
ചെല്ലമ്മ പേടിച്ചു പോയോ? ഞാൻ അയ്യോ, എനിക്ക് ഭയമാവുന്നു. ചെല്ലമ്മയ്ക്ക് എന്താണ് ഇത്ര പരിഭ്രമം? അയ്യോ, വിടൂ, എന്നെ തുടങ്ങി. വിഷമിക്കണ്ട. എനിക്ക് പേടിയാവും. ചെല്ലമ്മ എന്റേതാണ്, എന്റെ മാത്രം. വാ ചെല്ലമ്മ, നമുക്ക് അകത്ത് പോകാം. ചെല്ലമ്മ പിന്നെയും കരയുകയാണ്. ഞാൻ വെളുപ്പിനെ എഞ്ചിനും കൊണ്ട് പോവുകയാണ്. ഞാൻ തിരിച്ചു വരും ചെല്ലമ്മേ. വരാതിരിക്കാൻ എനിക്ക് പറ്റില്ല. എഞ്ചിൻ പുരയിലിരിക്കുമ്പോൾ എല്ലാ രാത്രിയിലും ചെല്ലമ്മയെ പറ്റി മാത്രമായിരുന്നു എന്റെ വിചാരം. ചെല്ലമ്മ എന്താ ഒന്നും മിണ്ടാത്തത്? എന്റെ അമ്മ മരിച്ചപ്പോൾ ഒന്ന് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. എന്റെ കൈ പിടിച്ച് നെഞ്ചത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു, മോളെ, നീ ഒരുത്തിയെങ്കിലും. ചെല്ലമ്മേ, ഞാൻ കാരണം നിനക്ക് ഒരു മാനക്കേടും വരില്ല. ധൈര്യമായിരിക്കെ, ഞാനല്ലേ പറയുന്നത്. ഞാൻ പോട്ടെ ചെല്ലമ്മേ. കടകടച്ച് കിടക്ക്. ഞാൻ തിരിച്ചു വരും ചെല്ലമ്മേ, തിരിച്ചു വരും. എന്താണോ കൊച്ചിരാമ, ചെല്ലമ്മ എവിടെ? ഞങ്ങൾ എത്ര നേരമായിട്ട് കാത്തു നിൽക്കുന്നു. അക്കനെ എഴുതിച്ചില്ല. എന്താടാ, സുഖമില്ലേ? എന്ത് ചെല്ലമ്മ പെരകത്ത് കയറി ഒളിച്ചിരിക്കണത്? എന്തിനു പറ്റി? ഒന്നും പറ്റിയില്ല, മേലൊക്കെ ഒരു വേദന. മനസ്സിന് വേദനയൊന്നും ഇല്ലല്ലോ. പനിയുണ്ടോടി? ഒന്നുമില്ല. പയ്യങ്കി കിടന്നു, ഞങ്ങൾ പോണു. എന്റെ ഉള്ളിയൊക്കെ ചെല്ലമ്മ വന്നില്ലേ? ഇല്ല, അവക്ക് ലേശം പനിയുണ്ട്. പനിയാ? മരുന്നുകൾ മാറ്റി കൊടുത്താ? ഓ, അത്രയ്ക്കൊന്നും ഇല്ല. എന്തിയല്ലമ്മ, എന്തിനാലോചിച്ചോണ്ട് നിക്കണത്? ഇല്ല ഇല്ല, ഒന്നും ആലോചിക്കുന്നില്ല. നാട് ഉറങ്ങിപ്പോയി ആ ഇഞ്ചം പോയതോടെ. ആവിയുമില്ല അനക്കുമില്ല, അല്ലേ അല്ലമ്മ? നിന്റെ അവനിനി എന്ന് പരിപാടി? ആര്? നിന്റെ എഞ്ചിൻ ഡ്രൈവർ. ഉയരും കൊണ്ട് ഓടി അവൻ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ അങ്ങനത്തെ അവന്റെ മൂക്ക് പിടിച്ച് കാന്നെഴുതിക്കുമായിരുന്നു.
നാരാണ് നിന്റെ തന്തയ്ക്കൊണ്ട് കൊടു. ആരായിരിക്കും ചുമ്മാ ഇങ്ങനെ കടത്തിന്റെ കയറി മുട്ടും കെട്ടി എന്നിട്ട് വന്നിരിക്കുന്നു. തന്തയ്ക്ക് പറയാം, നിങ്ങൾ എത്ര നാൾ ഇങ്ങനെ എന്റെ ചോര പിടിഞ്ഞു വെച്ച് ജീവിക്കും? നീ ചേമ്പാറ കാശെടുക്കടി. അരി വെള്ളം ചേർത്തുണ്ടാക്കുന്ന കാശ് തന്നല്ലോ. ചേക്കണ് നിങ്ങ കണ്ടാ ചേക്കണത്? എന്തിനടി അമ്മൂ ഭാര്യയും ഭർത്താവും കൂടെ വഴക്ക്? അല്ല നോക്കക്ക, ഞാൻ ചോമടയൊന്നും കൊണ്ട് കൊടുക്കണം ഇങ്ങനെ കള്ളം കഞ്ചാവും കുടിക്കാൻ. വാ കൊടു, മറ്റാർക്കും അല്ലല്ലോ, പിള്ളേരുടെ അമ്മയ്ക്കല്ലയോ. വരണാക്ക കുന്നംകുളങ്ങരെ കുഞ്ഞുകൂട്ടിയമ്മേടെ പൊന്മകൾ ശാരദ പൊന്നുമോള് കല്യാണം ചെയ്തൊരു കാന്തനൊരു ദീനം മല്ലാച്ചി മറ്റൊരു നാരിയെയും കേട്ടുവെന്നുള്ളൊരു വൃത്താന്തം കേട്ടിട്ട് ഞെട്ടി വിറയ്ക്കുന്ന ശാരദയും പതിയെ വിളിച്ചവൾ കണ്ണ് നീറിക്കൊണ്ടൊതളഞ്ഞ ഒന്നു പറിച്ചെടുത്തു. ഒതളഞ്ഞാതിന്നു കഷ്ടം ഭഗവാനെ, തിരുമേരി എന്തേ ദൂരം നീടാത്തു. കേളടിയല്ല ആ മണ്ണന്മാരി അലക്കലില്ലേക്ക, അവിടെ കാച്ചിരിക്കുന്ന കായാണോ ഈ ഒതളങ്ങ, ഈ വരിക്കുമാങ്ങ പോലെ? ഓ എന്തെങ്കിലും ആവട്ടെ, നീ ഇതൊന്ന് കേള്. അക്ക കല്യാണം എവിടുത്തെ കല്യാണമാണ് ഇത്? ചെറുക്കനും പെണ്ണും ജോഡി തന്നെ ഓടിയല്ലമ്മ. എനിക്ക് അകലത്തെ കാണണേ. ഓ ജോഡി നോക്കാഞ്ഞിട്ട വാക്ക, നമുക്ക് കിടക്കാം. പള്ളിയക്ക, പിന്നെ ഇത്ര ആളും മേളം ഒന്നും ഇല്ലെങ്കിലും കല്യാണമാവില്ലേ അക്ക? പെണ്ണും മാപ്പിളയും മാത്രം മതിയെന്നു മണ്ടി. പിന്നെ പോരെ, അവരുടെ മനസ്സിലല്ലേ അക്ക കല്യാണം? തന്നെ തന്നെ, പക്ഷേ അതിന്റെ പേര് വേറെയാ, കല്യാണമല്ല. നീ വന്ന് കിടക്ക. ആരാണ് ഛർദിക്കണത്? ചെല്ലമ്മ എന്താടി? കാർത്തി ഓടിപ്പോയി ഒരു കോടി വെള്ളം കൊണ്ടുവാ. എന്തിനടി അല്ലമ്മ? എന്തിനടി അല്ലമ്മ? ഒന്നുമില്ല കാലത്ത് ഇത്തിരി പഴങ്ങഞ്ഞു കുടിച്ചതാണ്. അപ്പൊ മുതലേ ഒരു മനമറിപ്പ്. നീ ഇന്ന് ചന്തയിൽ വരണ്ട, വീട്ടിൽ പോയി കിട. വേണ്ട, എനിക്ക് അത്രത്തോളം ക്ഷീണമൊന്നുമില്ല. പറഞ്ഞു കയറി പണി. ഞാൻ മരുന്ന് വഴിക്ക് വൈദ്യശാല കയറിച്ചിട്ട് മരുന്ന് വല്ലതും മേടിച്ചോണ്ടില്ല. എങ്ങനെ ഇരിക്കുന്നു മോളെ? സാരമില്ലക്ക, മാറി. ആ, ഞാൻ മരുന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. കാരച്ചട്ടയും ഗ്ലാസ്സും ഒന്നും ഇല്ലടി.
ചെല്ലമ്മ, എന്തോ ഇതെന്തരാണിത്? ഇത് കൊള്ളാം. മനുഷ്യർക്ക് വല്ലതും വയറ്റിനെ പിടിക്കാതായാൽ ഛർദിക്കുമല്ലേ? എടി ഇങ്ങോട്ട് നോക്കാൻ. പെണ്ണെ, മത്തങ്ങ എടുത്ത് ചോട്ടിൽ പൊതിഞ്ഞു വെച്ചാൽ എത്ര നേരം ഒളിക്കോടി? പറ, ഞാനും ഇതൊക്കെ കുറെ കണ്ടവള. നേര് പറയടി. അക്ക, ഞാൻ പേഴച്ചവളെ, മിണ്ടിപ്പോകരുത്. എന്റെ കൈ കൊണ്ട് ഇന്ന് നിന്നെ ഞാൻ കൊന്നു കുടിച്ചു മൂടും. അക്ക, അക്കനും കൂടി ഇങ്ങനെ തുടങ്ങിയ എങ്ങനെ മനുഷ്യരുടെ വെട്ടത്തിറങ്ങി നടക്കുവടി നീ? ഞാനും കൂടെ അറിഞ്ഞുകൊണ്ടെന്നല്ലേ ആരും പറയും. പെറ്റ തള്ളയെ പോലെ കൊഞ്ചിച്ച് കൊഞ്ചിച്ച് കൊണ്ടു നടന്ന് ഇത്ര നീ എന്നോട് ചെയ്യാനുള്ളത് തന്നെ. നിന്റെ പാടുപോലെ അയക്കും. ഞാൻ എന്തിനു നീ മല്ലവളുടെ വീട്ടിൽ വന്ന് ചാങ്കടയ്ക്കായി കിടക്കണം? ആരെ കുടം പിടിപ്പിക്കാൻ? കിടക്കാനൊരു കൂര എനിക്ക് കൊണ്ടടി. അക്കൻ എവിടെ പോണു? ചൂടുകാടില്ല. നിനക്കെന്തിനു വേണം പറഞ്ഞിട്ട്? അയ്യോ, അക്കൻ കരയണു വള്ളിയക്ക. കാര്യായിട്ട് കഴിഞ്ഞു ചാവിട്ടു. അക്ക, അക്ക, എന്താ കൊച്ചിരാമ? അക്കൻ എന്തിനാ കരയണേ? മരുന്ന് വല്ലതും മേടിക്കണോ? നീ പോയി കിടന്നു. പേടിക്കാനൊന്നുമില്ല. അവക്കൊരു വയറ്റ് വേദന. നീ പോയി കിടന്നു. അക്ക, ഞാൻ മഴക്ക് പറഞ്ഞതുകൊണ്ട് എന്റെ മോള് മറ്റൊന്നും വിചാരിക്കും. ചെഴുത്തയും ചെമ്മണ്ടയും ഒന്നുമില്ലാത്ത ഒരു കളറിയാ ഞാൻ. അക്കനെ എന്തും പറയാം. അക്കനല്ലാതെ വേറെ ആരുണ്ട് എന്നെ ശാസിപ്പാൻ? ഗുണദോഷിച്ച് നേർവഴിയെ കൊണ്ടുപോകാൻ. ഏതിനും വന്നത് വന്നു. നമുക്ക് വഴിയുണ്ടാക്കാം. ഇത്രയല്ലേ ആയുള്ളൂ. ഒരബദ്ധം ആർക്കും പറ്റിപ്പോ. മോള് കരയാതെ നമുക്ക് വഴിയുണ്ടാക്കാം. ഞാൻ വെളുപ്പിനെ എഞ്ചിനും കൊണ്ട് പോവുകയാണ്. ഞാൻ തിരിച്ചു വരും ചെല്ലമ്മേ. വരാതിരിക്കാൻ എനിക്ക് പറ്റില്ല. എഞ്ചിൻ പുരയിലിരിക്കുമ്പോൾ എല്ലാ രാത്രിയിലും ചെല്ലമ്മയെ പറ്റി മാത്രമായിരുന്നു എന്റെ വിചാരം. രാത്രിയിലും ചെല്ലമ്മയെ പറ്റി മാത്രമായിരുന്നു എന്റെ വിചാരം. ഒന്നും പേടിക്കണ്ട. പല്ലിലും ചുട്ടിലും തൊടാതെ അണ്ണാക്കി ഒഴിച്ചു. നേരത്തോടെ നേരമാകുമ്പോ രണ്ടും രണ്ട് പാത്രമാണ്. വേണ്ടക്ക, നമുക്ക് കുഞ്ഞിനെ വളർത്താൻ. ഇവളെന്തിന് ബോധക്കേട് പറയണു? തന്നെ അതിന് തലപൊക്കി നടക്കാൻ ഒക്കുള്ളൂ. എന്താ നടന്നാല് അതിന്റെ തന്ത ആരാന്ന് ചോദിച്ചാൽ നീ എന്തൊരു പറയും? കോട്ടയത്തുകാരൻ കുഞ്ഞച്ചൻ എന്ന് പറയും. കോട്ടയത്തുകാരനാണോ ആലപ്പുഴക്കാരനാണോ നിനക്ക് എങ്ങനെ അറിയാം? എന്നിട്ട് ഇപ്പൊ എവിടെ പോയി അയാള്? എവിടെ പോയാ വരുമക്ക? എന്തെങ്കിലും വരും. വരും വരും. നീ കാലം നീട്ടിയിരുന്നു. നമുക്ക് കാണാം.